ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് ഓട്സ് ഒരു മെയിൻ ഫുഡാണല്ലോ. അപ്പോൾ ഓട്സ് നമ്മൾ രണ്ട് രീതിയിൽ തടിക്കാൻ വേണ്ടിയിട്ടും തടി കുറയാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യും അല്ലേ. അപ്പോൾ തടി കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിലേക്ക് പഞ്ചസാരയും ഒക്കെ ഇട്ടിട്ടൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ എനിക്ക് പൊതുവേ മധുരമുള്ള ടൈപ്പ് ഓട്സ് ഭയങ്കര ഇഷ്ടമാണ്. മധുരമുള്ള ടൈപ്പ് ഓട്സിനോടാട്ടോ കൂടുതൽ ഇഷ്ടം. പഞ്ചസാരയും തേങ്ങയൊക്കെ ഇട്ടിട്ടൊരു ഇതായിരുന്നു ഞാൻ പണ്ടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് നമ്മുടെ ഡയറ്റിന് ഒട്ടും മാച്ചല്ല. അപ്പം ഞാൻ കണ്ടുപിടിച്ചൊരു വേറെ റെസിപ്പി, സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടോ കാണിക്കാൻ പോകുന്നത്. മധുരവും ഉണ്ടാവും എന്നാൽ നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ട് സോസ് പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്കൊരു 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്കൊരു 1/4 കപ്പ് വെള്ളമാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് എന്തൊക്കെയാണ് അതിലേക്ക് വേണ്ടത് അതൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരത്തിന് വേണ്ടി ഞാൻ ചേർക്കുന്നത് ഈത്തപ്പഴമാണ് കേട്ടോ. അതൊരു 4 ഈത്തപ്പഴം ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മധുരം കഴിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് 1/4 കപ്പ് ഓട്സ് ആട്ടോ എടുത്തിട്ടുള്ളത്. റോൾഡ് ഓട്സ് അല്ല, നോർമൽ ഓട്സ് ആണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കുക. പാൽ ചൂടായതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഓട്സ്. ക്യാരറ്റ് ചേർത്ത പോലെ ആപ്പിൾ ഉണ്ടെങ്കിൽ ആപ്പിൾ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ ബദാം ഉണ്ടെങ്കിൽ ബദാമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിതാ ഒരു നുള്ളു ഉപ്പും 2 ഏലക്കായ ഇങ്ങനെ കുത്തിയിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് വെള്ളം പറ്റുവോളും, ആ ഒരു ഓട്സൊക്കെ വെന്ത് വരുവോളും നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. സിമ്പിളല്ലേ, ഇത്രയും പണിയുള്ളൂ കേട്ടോ. ഇത് ജസ്റ്റ് നമുക്ക് വെള്ളം പോലെ കുടിക്കണം, കഞ്ഞി പോലെ കുടിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും കുടിക്കാം. എനിക്ക് അങ്ങനെ ഇഷ്ടമില്ല കേട്ടോ. ഞാനിങ്ങനെ നമ്മൾ ഗോതമ്പൊക്കെ വെക്കില്ല, ആ ഒരു രീതിയിലാണ് ഞാനിത് ചെയ്തെടുക്കാറ്. നന്നായിട്ട് വറ്റിച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കാറ്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതി. വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്ന് ഓട്സൊക്കെ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. അതുപോലെ ഈത്തപ്പഴമൊക്കെ അതിലേക്ക് നന്നായിട്ട് കമ്പൈനായിട്ട് വന്നിട്ട് നല്ല മധുരവും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം എന്നെപ്പോലെ മധുരം ഉള്ള ഓട്സ് കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ഞാൻ സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണ്. ആപ്പിളൊക്കെ ഉണ്ടെങ്കിൽ ആപ്പിളൊക്കെ നുറുക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അതുപോലെ ബദാം ഉണ്ടെങ്കിൽ ബദാം ചോപ്പ് ചെയ്തിട്ടും ഒക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ട് വരും കേട്ടോ. ഞാൻ ചെറിയൊരു ചൂടോട് കൂടെയാണ് കഴിക്കാറ്. നമുക്കിത് സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റുമാണ്, അതുപോലെ ഹെൽത്തിയുമാണ്. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കുകൊണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഓട്സ് ദോശ, ഓട്സ് ഉപ്പിട്ട്, അങ്ങനെ പല ടൈപ്പ് നിങ്ങളൊക്കെ പരീക്ഷിക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ ഈ രീതി ഒന്ന് പരീക്ഷിച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്